ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ മൈ ലൈഫ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു കട്ടൻ കുടിച്ചിട്ട് തുടങ്ങിയാലോ. ആദിക്കുട്ടി എഴുന്നേറ്റില്ല. ആദിക്കുട്ടിയുടെ വീട്ടിൽ വിളിക്കുന്ന പേര് മാളൂട്ടി എന്നാട്ടോ. ഉറങ്ങുവാണ്, എഴുന്നേറ്റില്ല. കാരണം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ച് വൈകി എഴുന്നേക്കുള്ളൂ. പക്ഷെ ഞാനും വൈകിയാണ് എഴുന്നേറ്റത്. ഫസ്റ്റ് ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഞ്ഞിയുടെ വെള്ളം അടുപ്പത്തിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി അരിയിടാം. പിന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളം കേട്ടോ ഇത് നന്നായിട്ട് തിളച്ചിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ നൈറ്റ് ഉണ്ടാക്കിയ കറികളാണിത്. ഇതൊക്കെ രാവിലെ ഞാൻ എടുത്ത് ചൂടാക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്കിനി അരി കഴുകി ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് ഇടാം. അരി കഴുകാനുള്ള പാത്രം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെയാണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി സേവ് ചെയ്ത് വയ്ക്കുന്നത്. വലിയ അടുക്കളയൊന്നും അല്ല കേട്ടോ, ചെറിയൊരു അടുക്കളയാണ്. ഞാനും ഹസ്ബൻഡും കൊച്ചും ചേട്ടൻ്റെ അമ്മയും ഉള്ളൂ. അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലി കേട്ടോ. ഇതെനിക്ക് ഒരു ചെറിയ അടുക്കള കേട്ടോ. ഇത്രയും ഇതുള്ള വിസ്താരമുള്ള അടുക്കളയ്ക്ക്. എന്നാലും എനിക്ക് പാകം ചെയ്യാം എല്ലാം. ഓക്കെ, ഒരുവിധം. ഫസ്റ്റ് നമുക്കിനി അരി എടുക്കാം കേട്ടോ. അരി അണ്ടാവിലാണ് ഞങ്ങൾ ഇടുന്നത്. അണ്ടാവിൽ 2 സൈസ് അരിയുണ്ട്. കുത്തരിയുണ്ട്, ചാക്കരിയുണ്ട്. നമുക്ക് ചാക്കരി എടുക്കാം കേട്ടോ. ഇതാണ് വെള്ളരി. ചാക്കരി എന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് ചാക്കരി എന്നാണ് കേട്ടോ. ചാക്കരി എടുക്കാം കേട്ടോ. ചാക്കരി ഞങ്ങളൊരു 3 ഗ്ലാസ് അരി എടുക്കും. വൈകുന്നേരത്തോടും കൂടി കേട്ടോ ഞങ്ങൾ അരി എടുക്കുന്നത്. 3 ഗ്ലാസ് അരി നമുക്കെടുക്കാം. 1 2 3 ഒരു അര ഗ്ലാസ്, 3.5 ഗ്ലാസ് എടുക്കാം. മുന്നാഴി ഉരി എന്ന് പറയും കേട്ടോ. മുന്നാഴി ഉരി അരി എടുത്തു കേട്ടോ. നമ്മളങ്ങോട്ട് നീക്കി വെച്ചു. അരി എടുത്തു. അരി കഴുകി നമുക്ക് ഈ തിളച്ചിരിക്കുന്ന ഇതിലേക്ക് ഇടാം കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടോ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 3-4 ദിവസമായിട്ടുള്ളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഫസ്റ്റ് അരി കഴുകി ഇടാം കേട്ടോ. വീഡിയോ എടുത്ത് തരാൻ അരിയില്ല കേട്ടോ. കൊച്ച് ആദ്യക്കുട്ടി കിടന്ന് ഉറങ്ങുവാണ്. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് അരി കഴുകി നന്നായിട്ട് ഇടാം കേട്ടോ. അരി നന്നായിട്ട് നമ്മൾ കഴുകിട്ടോ. ഇത് നമ്മളിനി അടുപ്പത്തേക്ക് ഈ അടുപ്പിലിരിക്കുന്നതേക്ക് ഇടാം കേട്ടോ. അതിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ചു. അരി ഇടുക കേട്ടോ. കാരണം എനിക്ക് പൊക്ക് കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി എത്തി വലിയണം. അതിങ്ങനെ ഇടണം. ഓക്കെ, രാവിലെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാതെ പുട്ടിനുള്ള പൊടി നമുക്ക് എടുക്കാം. ഓക്കെ, പുട്ടിനുള്ള പൊടി ഇതാ ഇവിടെ ഈ ബക്കറ്റിലിട്ടിരിക്കണേ. പുട്ടിനുള്ള പൊടി നമുക്ക് എടുക്കാം. ഓക്കെ, അതിന് ഞാനാണെങ്കിൽ ഈ അരി എടുക്കുന്ന ഗ്ലാസ്സിനകത്താണ് ഞാൻ അളന്നെടുക്കണത്.
ഉള്ള പൊടി കുറച്ച് പൊടി കഴിഞ്ഞു. ആദ്യക്കുട്ടി പുട്ട് കഴിക്കില്ല, എന്നാലും ജസ്റ്റ് ഇന്ന് അവൾക്ക് ഒന്ന് കൊടുത്തു നോക്കണം. നമുക്ക് പൊടിയുണ്ട്, ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാം. പൊടി ഞാനും അളന്നെടുത്താൽ കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും. അത് കൂടുതലായി വെറുതെ വേസ്റ്റായി പോകില്ല. അതുകൊണ്ട് ഞാൻ കറക്റ്റ് പാകത്തിന് അളന്നെടുക്കത്തുള്ളൂ. ഇനി നമുക്ക് പുട്ട് കുഴയ്ക്കാനുള്ള വെള്ളം എടുക്കാനുള്ള പാത്രം എടുക്കാം. ഈ മൊന്തക്കകത്താട്ടോ ഞങ്ങൾ അളന്നെടുക്കുന്നത്. ഈ പാത്രത്തിൽ ചൂടുവെള്ളം ആയിരിക്കും എടുക്കണേ. ചെറിയ ചൂട് ഉള്ള വെള്ളം ശകലം ഇതിലേക്ക് നമുക്ക് ചൂടുള്ള വെള്ളം ഒഴിക്കാം. എന്നിട്ട് പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്ത് നല്ല ചൂടാട്ടോ വെള്ളത്തിന്. ചെറിയ ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പ് നമുക്ക് ഉപ്പ് ഇങ്ങനെ കുറച്ച് വിതറാം കേട്ടോ. കുറച്ച് ഉപ്പ് വിതറി അടച്ച് തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വയ്ക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് കുതിർക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് 5 മിനിറ്റ് സമയം ഇതിങ്ങനെ അവിടെ വയ്ക്കാം കേട്ടോ. ഓക്കെ, കൈ വാഷ് ചെയ്തു. മാളൂട്ടിക്കുള്ള പാൽ ചായ ഉണ്ടാക്കാനുള്ള പാല് പുറത്ത് വയ്ക്കാം. പാലിൻ്റെ കുറച്ച് പാലിരിക്കേണ്ടത്, ഇന്ന് വേറെ പാല് വാങ്ങിക്കണം. അവൾക്കുള്ള ചായക്കുള്ള പാലുണ്ട്, അവൾക്കല്ല 2-3 പേർക്കുള്ള ചായക്കുള്ള പാലിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പുറത്ത് വയ്ക്കാം, എന്നാലേ കട്ട മാറി കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് മുട്ട വെള്ളത്തിടാവേ. ഇന്ന് പുട്ടും മുട്ടക്കറിയാട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് മുട്ട എടുക്കാം. ഇതുണ്ട്, ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണം. ഇതേ ഫസ്റ്റ് കള്ളിയിൽ ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. സെക്കൻഡ് കള്ളിയിൽ മുട്ട വെച്ചിരിക്കുന്നു. പിന്നെ തേർഡ് കള്ളിയിൽ മരുന്നും ക്യൂടെക്സും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ. ഞാനാണ് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, 3 മുട്ട എടുത്ത് 4 മുട്ട എടുക്കണം കേട്ടോ. അമ്മയ്ക്കും കൂടിയാണ് മുട്ട. ഓക്കെ, ഇത് നമുക്ക് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വയ്ക്കാം. ഈ കലത്തിലാണ് നമുക്ക് മുട്ട വേവിക്കാൻ വയ്ക്കാം കേട്ടോ. ഇത്രയും വെള്ളം എടുത്തു. ഈ മുട്ടയിനകത്തേക്ക് പതുക്കെ 1 2 3 4 മുട്ടയുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. കുക്കാക്കാം. ഓക്കെ, ഗ്യാസ് ഓണാക്കി ഇത് അടുപ്പത്തേക്ക് വെച്ചു. ഓക്കെ, ഇതവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. ഇനി അടുത്ത് നമുക്ക് മുട്ട പാകം ചെയ്യാനുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് എടുക്കാം. അത് കഴിയുമ്പോൾ പുട്ടിൻ്റെ പൊടി നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടില്ലേ, അത് ജസ്റ്റ് ഒന്ന് കുതിരും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കത് നനച്ചെടുക്കാം. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഞാൻ പുട്ടിൻ്റെ പൊടിയൊക്കെ കുഴച്ച് വെച്ചു. നമ്മുടെ കഞ്ഞി തിളച്ചു കേട്ടോ. നന്നായിട്ട് കഞ്ഞി വെട്ടി തിളയ്ക്കുന്നുണ്ടോ. ഇത് തിളച്ചു. ഇനി നമുക്കിത് വാങ്ങി ഇതുണ്ട് ഈ റൈസ് കുക്കർ ഇതിലേക്ക് ഞങ്ങൾ ഇറക്കി വയ്ക്കും കേട്ടോ. ഇതിനകത്തിരുന്ന ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും വെന്തോളും. ചാക്കരി ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു 20 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് വേവിക്കും. ഇതിലേക്ക് ഞാൻ ഇറക്കി വയ്ക്കാൻ പോവാം കേട്ടോ. ഇതിലേക്ക് ഇറക്കി വെച്ചു. ഇതിങ്ങനെ മൂടി വയ്ക്കും. അപ്പം ഒരു 20 മിനിറ്റ് കഴിയുമ്പം ഇത് വാങ്ങി വാർക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക്
മുട്ട നമ്മൾ വേവിക്കാൻ വെച്ചില്ല, അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് ഇട്ടത് ഇതായി കിട്ടും എന്നൊക്കെ പറയുന്നു, എല്ലാവരും ചെയ്യുന്നതാണ്. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇത് കുറച്ചുകൂടെ തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ വാങ്ങും. ഇനി നമുക്ക് പുട്ടുണ്ടാക്കണമെങ്കിൽ തേങ്ങ ചിരണ്ടണം. അപ്പം ഇത് നമ്മളൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊട്ടിച്ചുടച്ചിട്ട് തേങ്ങ ചിരണ്ടാം. വാക്കത്തി, ഇതാണ് വാക്കത്തി. ഓക്കെ, ഇതൊക്കെ പൊട്ടിക്കട്ടെ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ചിരവ, കണ്ടോ? ഇതാണ് ചിരവ. ഇതിലാണ് അതേ പാത്രം ഇങ്ങനെ വെച്ചിട്ട് തേങ്ങ ചിരണ്ടണം. തേങ്ങ ചിരണ്ടി കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതാ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഹായ് ഗൈസ്, ചിരട്ടപ്പൊട്ട് ഉണ്ടാക്കാതെ വേണ്ട ചിരട്ടപ്പൊട്ടിൻ്റെ ചിരട്ടപ്പൊട്ട് ഉണ്ടാക്കിയാലോ. ആദ്യം കുറച്ച് തേങ്ങ ഇതിൻ്റെ മേലിലേക്ക് ഇടുക, എന്നിട്ട് പൊടി ഇതിലേക്ക് ഇടുക. ഞാൻ തന്നെ കേട്ടോ വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പൊടിയും വാരി ഇടുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പൊടി ഇട്ടു കേട്ടോ. കുറേയൊക്കെ താഴെ പോകുന്നുണ്ട്. കുറച്ച് തേങ്ങ അതിൻ്റെ മുകളിലേക്ക് വിതറി വയ്ക്കുക. ഓക്കെ, അത് നമുക്കിത് അടച്ച് വയ്ക്കാം. ഇതാ ഫസ്റ്റ് ചിരട്ടപ്പൊട്ട്. ഓക്കെ, ഇത് നമുക്ക് ഞങ്ങൾ കുക്കറിൻ്റെ മുകളിലാണ് ഇട്ട് വയ്ക്കുന്നത്. ഓക്കെ, കുക്കറിൽ വെള്ളം നിറച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വിസിലെടുത്ത് മാറ്റി, എന്നിട്ട് ഇങ്ങനെ വയ്ക്കും കേട്ടോ. ഇനി ഇതിവിടെ നിന്ന് കുക്കാവട്ടെ. മുട്ട വെന്തു, ഓഫ് ചെയ്തു കേട്ടോ. ഇനി മുട്ടയ്ക്കുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കാം. ഹായ് ഗൈസ്, ആദ്യക്കുട്ടി എഴുന്നേറ്റ് വരുന്നുള്ളൂ കേട്ടോ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്നത്തെ 3:45 എഴുന്നേറ്റത്. അപ്പം ആദ്യം മാളൂട്ടിക്ക് ഒരു ചായയൊക്കെ ഇട്ടിട്ട് ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ, മാളൂട്ടിക്ക് നമുക്ക് പാൽ ചായക്കുള്ള പാല് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ആണ് പാല് കട്ടയായിട്ടിരിക്കും കേട്ടോ രണ്ടിലും. ആദ്യക്കുട്ടിയുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചായ കൊടുക്കാം കേട്ടോ. ആദ്യക്കുട്ടിക്ക് ഇതേ ചായ കൊടുത്തു കേട്ടോ. ഇനി കുടിച്ച് കഴിഞ്ഞിട്ട് അവൾ ബാക്കി വീഡിയോ അവൾ എടുത്തോളും. ഗൈസ്, നമ്മുടെ മുട്ടക്കടി വരെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പം മുട്ടക്കറി കഴിക്കും. അന്നേരത്തെ വീഡിയോ നമുക്ക് കാണാം കേട്ടോ. മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെ, ഞങ്ങൾ ഇതിപ്പോൾ വീടിൻ്റെ അടുത്തൊരു ചീരച്ചേട്ടൻ വന്നിട്ടുണ്ട്. സാധാരണ ബുധനാഴ്ച ദിവസമാണ് ചീരച്ചേട്ടൻ വന്നത്. ആദ്യക്കുട്ടി ചീര വാങ്ങിക്കാൻ വേണ്ടി പോയേക്കാം. ആദ്യക്കുട്ടി ചീര വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. പച്ചച്ചീര കിട്ടി കേട്ടോ. ഒരു കെട്ട് ചീരയ്ക്ക് 30 രൂപയുള്ളൂ കേട്ടോ. ആദ്യക്കുട്ടിയുടെ കയ്യിൽ ഒരു കെട്ട് ചീരയുണ്ട്. ചീരയ്ക്ക് 30 രൂപ കേട്ടോ. അതെ, ഇതാണ് ചീര. ഞങ്ങൾക്ക് ഇന്ന് ചീരത്തോരനായിരിക്കും കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ ചീരത്തോരനുണ്ടാവും. ഇതാണ് ചീര. ഒരു കെട്ട് ചീരയ്ക്ക് 30 രൂപ തൊട്ട്. നല്ല ഫ്രഷാണ് കേട്ടോ ചീര. അവരുടെ വീട്ടിൽ തന്നെ നട്ട് വളർത്തുന്ന ചീരയാണ്. ആ ചേട്ടൻ എപ്പോൾ ഇതുവഴി വന്നാലും ഞങ്ങൾക്ക് കൊണ്ടുതരും കേട്ടോ. ഞാൻ വാങ്ങിക്കാറുണ്ട് ചീര. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ തോരൻ ഉള്ള കറി വിഭവമാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തേനുള്ള ചീരക്കറി കേട്ടോ. ചോറിന് നേരത്ത് കഴിക്കാനുള്ളതാണ്. റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു ചാറുകറി ഉണ്ട് കേട്ടോ. ഇത് എന്താ ഉരുളൻകിഴങ്ങ് കറി വറുത്തരച്ച് വെച്ചതാണ് കേട്ടോ. ഇത് നമ്മളിതിലേക്ക് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ്. പിന്നെ തൈരുണ്ട്.
തൈര് നമ്മൾ കച്ചമ്പർ ഉണ്ടാക്കാനുള്ള അത് കച്ചമ്പർ ഉണ്ടാക്കണം. തൈര് ചേട്ടന് വേണമെങ്കിൽ കൊടുത്താൽ മതി. ചേട്ടൻ തൈര് സാധാരണ കലക്കി ഇങ്ങനെ വെള്ളത്തിലൊഴിച്ചിട്ട് കലക്കി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടിച്ചിട്ട് കുടിക്കാറേ ഉള്ളൂ. പിന്നെ അവിയലിരിക്കുന്നുണ്ട്, അത് ചൂടാക്കണം. അവിയലിരിപ്പുണ്ട്, അവിയൽ ചൂടാക്കണം. പിന്നെ എന്താ, പിന്നെ ബീൻസ് തോരനുണ്ട്, ഇതിനകത്ത് ബീൻസ് തോരനുണ്ട്. അങ്ങനെ അത്യാവശ്യമുള്ള കറികൾ ഫ്രിഡ്ജിലിട്ടുണ്ട്. ചിക്കത്തേന് ഇത്രയും കറികളുണ്ട്. ഓക്കെ, അപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണിനുള്ള കറിയും ഒക്കെ റെഡിയായി. ഇന്നത്തെ ഊണിനുള്ള ചീരത്തോരൻ, പിന്നെ അവിയൽ, പിന്നെ ഒരു ചാറ് കറി, പിന്നെ കച്ചമ്പർ, പിന്നെ തൈരും മുളകും ഇട്ട് ഇടാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഇടുന്നവരെ ടാറ്റ ബൈ ബൈ. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. ഈ ചെറിയ വീഡിയോ കേട്ടോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ബൈ.